Hi students, welcome to Educa Classroom, class number 43. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടോർട്ട് ആൻഡ് ക്രൈം, ടോർട്ട് ആൻഡ് കോൺട്രാക്ട്, ടോർട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ടോർട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ടോർട്ട് ആൻഡ് കോസി കോൺട്രാക്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ രീതിയിൽ വരുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഷോർട്ട് ക്വസ്റ്റ്യൻസ് സാധാരണ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് വൺ ബൈ വൺ. ഫസ്റ്റ് ഓഫ് ഓൾ, ടോർട്ടും ക്രൈമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടോർട്ട് എന്താണ്, ക്രൈം എന്താണ്? അപ്പോൾ ടോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം എന്ന് പറയുന്നത് ടോർട്ട് ഒരു പ്രൈവറ്റ് റോങ് ആണ്. ടോർട്ട് കൺസേൺ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വൺ പാർട്ടി ഈസ് ത്രെട്ടേൺ ഓർ ഹാം ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ അതർ പാർട്ടി. എപ്പോഴാണോ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് ത്രിട്ടേൺ ആവുകയോ അല്ലെങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റിന് ഹാനി വരുത്തുകയോ ചെയ്യുമ്പോഴാണ് ആ സിറ്റുവേഷനിലാണ് ടോർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ടോർട്ട് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ടോർട്ട് ഈസ് കൺസേൺഡ് വിത്ത് ദോ സിറ്റുവേഷൻസ്. എങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ്? വൺ പാർട്ടി ഈസ് ത്രിട്ടേൺ ഓർ ഹാം ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ അതർ പാർട്ടി. ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് ഹാം വരുത്തുകയോ അല്ലെങ്കിൽ അവൻ്റെ ഇൻട്രസ്റ്റിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ടോർട്ട് ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇഞ്ചുറി എഗൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് ടോർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന ആളാണ്, അതായത് റോങ് ഡുവർ ആണ് ഇഞ്ചോർഡ് പേഴ്സൺസിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. ടോർട്ടിൽ റോങ് ഡുവർ ആണ് ഇഞ്ചോർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അതായത് ആരാണോ ടോർഷ്യസ് വയലേഷൻ ചെയ്യുന്നത് ആ വയലേഷൻസിന് ആരാണോ എഫക്റ്റ് ചെയ്യുന്ന അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ആരാണോ വയലേറ്റ് ചെയ്ത അയാളാണ്. അതുപോലെ തന്നെ ഇഞ്ചേർഡ് പാർട്ടിക്ക് മേ ഫയൽ എ കേസ് ബ്രിങ് ടു ആൻ ആക്ഷൻ. ഇയാൾക്ക് കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. വേണമെങ്കിൽ ഫയൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ കോടതി എന്ന് പറയുന്നത്, ടോർട്ടിൻ്റെ കോടതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോറം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു റിഡ്രസൽ കിട്ടുന്നത് സിവിൽ കോടതികളിലാണ്. അതായത് ഇതിൻ്റെ ടോർട്ടിൻ്റെ പരിഹാരം നമുക്ക് കിട്ടുന്നത് സിവിൽ കോടതികളിലാണ്. ഇതിൻ്റെ റെമഡി ആയിട്ട് നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. അതുപോലെ ഇൻജൻഷൻ, ആ ഒരു രീതിയിലൊക്കെയാണ്, ആ ഒരു ഫോമിലൊക്കെയാണ് സാധാരണ ടോർട്ടിൻ്റെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ റെമഡി പോകുന്നത്. അതുപോലെ തന്നെ ചില കേസുകളിൽ മാത്രമേ ടോർട്ട് ഇൻറ്റൻഷൻ റിലവൻ്റ് ആണെന്ന് പറയുന്നുള്ളൂ. എല്ലാ കേസുകളിലും ഇൻറ്റൻഷൻ ടോർട്ടിൽ റിലവൻ്റ് അല്ല. ഇതാണ് ടോർട്ടിനെ സംബന്ധിച്ച് പറയുന്നത്. ടോർട്ട് ഒരു പ്രൈവറ്റ് റോങ് ആണ്. ടോർട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പാർട്ടിക്ക് ത്രെട്ടണോ ഹാമോ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അതുപോലെ വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റോങ് ഡുവർ ആണ് ഇഞ്ചേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. ഇഞ്ചേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ ഫയൽ എ കേസ് എഗൻസ്റ്റ് റോങ് ഡുവർ. എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണമെങ്കിൽ ഇഞ്ചേർഡ് പാർട്ടി എന്ത് ചെയ്യണം? കേസ് ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഫോറം ഓഫ് റിഡ്രസൽ എന്ന് പറയുന്നത് സിവിൽ കോർട്ടാണ്. സിവിൽ കോടതിയിലാണ് നമ്മൾ റെമഡിക്ക് വേണ്ടി സമീപിക്കേണ്ടത്. അതുപോലെ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് കോമ്പൻസേഷനായിട്ടും ഇൻജൻഷൻസും ആയിട്ടുമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇത് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ചില കേസുകളിൽ മാത്രമേ ടോർട്ടിൽ റിലവൻ്റ് ആയിട്ടുള്ളൂ. ഇതാണ് ടോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ക്രൈമിലേക്ക് വരികയാണെങ്കിൽ, ക്രൈം എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ് ഈസ് എ പബ്ലിക് റോങ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോർട്ട് ഒരു പ്രൈവറ്റ് റോങ് ആണ്. അതുപോലെ തന്നെ ക്രൈം എന്ന് പറയുന്നത് ഒരു പബ്ലിക് റോങ് ആണ്. ക്രൈം എന്ന് പറയുന്നത് ഈസ് ആൻ ആക്ട് ഓർ ഒമിഷൻ വിച്ച് ഈസ് പണിഷബിൾ ബൈ ലോ. നിയമപ്രകാരം പണിഷബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു ഒമിഷനെയോ ആണ് നമ്മൾ ക്രൈം എന്ന് പറയുന്നത്. നിയമപ്രകാരമായിട്ട് നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നു അല്ലെങ്കിൽ നിയമം ഒഴിവാക്കപ്പെടുന്നു, ആ സമയത്താണ് നിയമം പണിഷ് ചെയ്യുന്നത്, അത് ക്രൈമാണ്. അപ്പം ഒരു ആക്ടിനെ ഒമിഷൻ ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? നിയമം പണിഷ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈം എന്ന് പറയുന്നത് പബ്ലിക് ആസ് എ ഹോൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരാൾക്കെതിരായിട്ടല്ല, മൊത്തം സൊസൈറ്റിക്ക് എതിരായിട്ടാണ് ക്രൈം കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് എ റോങ് എഗൻസ്റ്റ് ദ പബ്ലിക് ആസ് എ ഹോൾ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും എഗൻസ്റ്റ് ആയിട്ടാണ്, പബ്ലിക്കിന് എഗൻസ്റ്റ് ആയിട്ടാണ് ഈ റോങ് കണക്കാക്കുന്നത്. ഈ റോങ് ഡുവറിനെ ക്രൈമിൽ പ്രധാനമായിട്ട് പറയുന്നത് റോങ് ഡുവർ ഈസ് പണിഷബിൾ ബൈ ദ സ്റ്റേറ്റ് ആണ് ഈ റോങ് ഡുവറിനെ പണിഷ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ആണ് ഇനിഷ്യേറ്റ് ചെയ്ത് പ്രോസിക്യൂഷൻസ് എഗൻസ്റ്റ് ചെയ്യുന്നത്. റോങ് ഡുവറിനെതിരായിട്ട് പ്രോസിക്യൂഷൻസ് നടപടികൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്.
അതുപോലെ തന്നെ ഈ ടോർട്ട് സിവിൽ കോടതികളിലാണ് ഫയൽ ചെയ്യേണ്ടതെങ്കിൽ ഇത് ക്രിമിനൽ കോടതികളിലാണ് ഫയൽ ചെയ്യേണ്ടത്. പ്രൊസീഡിങ് എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ക്രിമിനൽ കോടതികളാണ്. അതുപോലെ ഈ ക്രൈമിൻ്റെ റെമഡി എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അക്യൂസ്ഡിന് പണിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തിൻ്റെ റെമഡി എന്ന് പറയുന്നത്, ക്രൈമിൻ്റെ റെമഡി എന്ന് പറയുന്നത്. ഇൻറ്റൻഷൻ മോസ്റ്റ് എസെൻഷ്യൽ എലമെൻ്റ് ആയിട്ടാണ് ക്രൈമിനെ കണക്കാക്കുന്നത്. നമ്മൾ മെൻസ്രിയൊക്കെ പറയുന്നത്, അതായത് ഇൻറ്റൻഷൻ ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ ക്രൈം. ഈ ഇൻറ്റൻഷനാണ് എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ് ക്രൈമിന് പറയുന്നത്. ഇവിടെ ഇൻറ്റൻഷൻ ചില കേസുകളിൽ മാത്രമേ ടോർട്ടിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ടോർട്ടും ക്രൈമും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കുറച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. ഇനി അടുത്ത് നോക്കൂ, ടോർട്ടും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം നമ്മൾ ടോർട്ടും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ ടോർട്ടിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് ടോർട്ടിൻ്റെ ആ ഒരു ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ ടോർട്ട്, ഇവിടെയും ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്. ടോർട്ടിൻ്റെ ഇത് റെമഡി എന്ന് പറയുന്നത് ഡാമേജ് ആൻഡ് ഇൻജൻഷൻ ആണ്. ടോർട്ട് ഒരു ഫിക്സ്ഡ് ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി വിച്ച് ഈസ് ഫിക്സ്ഡ് ബൈ ലോ ആണ്. നിയമം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയെ ബ്രീച്ച് ചെയ്യുമ്പോഴാണ് ടോർഷ്യസ് ഉണ്ടാകുന്നത്. ടോർഷ്യസ് ആക്ട് എന്ന് പറയുന്നത് പേഴ്സൺസ് ജനറലി ആണ്. അതായത് സമൂഹത്തിലുള്ള മൊത്തം ആൾക്കാരുടേതാണ് ജനറലിയാണ് കണക്കാക്കുന്നത്. ടോർട്ടിൻ്റെ വയലേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻ റെം ആണ്. റെം എന്ന് വെച്ചാൽ എന്താണ്? അവൈലബിൾ എഗൻസ്റ്റ് വേൾഡ് അറ്റ് ലാർജ്. റൈറ്റ് അവൈലബിൾ എഗൻസ്റ്റ് വേൾഡ് അറ്റ് ലാർജ് എന്ന് പറയുന്നത് എന്താണ്? അതായത് സൊസൈറ്റി മൊത്തം, അതായത് മൊത്തത്തിലാണ് ഇതിൻ്റെ ആ ഒരു വയലേഷൻ എടുക്കുന്നത്. അപ്പം അതായത് മൊത്തത്തിലെന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ആർക്കെതിരെയും നമ്മൾ അങ്ങനെ ഒരു വയലേഷൻ ചെയ്യാൻ പാടില്ല. അതുപോലെ ഇതിനകത്ത് മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. മോട്ടീവ് എന്ന് പറയുന്നത് ഈ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വയലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് മോട്ടീവ് എന്ന് പറയുന്നത് മോട്ടീവ് ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ടോർട്ടിനകത്ത് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ദർ ഈസ് നോ പ്രിവിറ്റി ഈസ് നീഡഡ്. പ്രിവിറ്റി ഈസ് നീഡഡ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? പ്രിവിറ്റി എന്ന് പറയുന്നത് ഓൺലി ദോസ് ഹു ആർ ഡയറക്റ്റ് പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഹാവ് റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് പാർട്ടികൾക്ക് മാത്രമേ, കോൺട്രാക്റ്റില് പാർട്ടികൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഉണ്ടാവുള്ളൂ. പുറത്ത് നിൽക്കുന്ന ആൾക്കും റൈറ്റോ ഒബ്ലിഗേഷൻസും ഉണ്ടാവില്ല. അത് അങ്ങനെ ഒരു റൈറ്റ് ആൻഡ് അങ്ങനെ ഒരു സംഭവം ടോർട്ടിലില്ല. ടോർട്ടിൽ പ്രിവിറ്റി ഇല്ല. അതുപോലെ തന്നെ ടോർട്ട് എക്സംപ്ലറി ഡാമേജസ് അവാർഡ്. എക്സംപ്ലറി ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ എന്ത് സംഭവിച്ചു അതിന് അനുപാതികമായിട്ടാണ് ടോർട്ട് ഡാമേജ് അവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോർട്ടിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ടോർട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? ടോർട്ടിൻ്റെ ഡാമേജ്, ഇൻജൻഷൻ ആ റെമഡിയാണ്. ദർ ഇസ് എ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഫിക്സ്ഡ് ബൈ ലോ ആണ്. ടോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂട്ടി ടുവേഴ്സ് പേഴ്സൺ ജനറലി. ടോർട്ട് ഈസ് ദ വയലേഷൻ ഓഫ് എ റം. അതുപോലെ മോട്ടീവ് ഓഫ് ദ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഈസ് ഇമ്മെറ്റീരിയൽ. അതുപോലെ ടോർട്ടിനകത്ത് എന്താവശ്യമില്ല? ദർ ഈസ് നോ പ്രിവിറ്റി ഈസ് നീഡഡ്. പ്രിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം എന്താണ്? പ്രിവിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ആരാണോ പാർട്ടികൾക്ക് മാത്രമേ അതിൻ്റെ റൈറ്റ്സും ലയബിലിറ്റിയും കിട്ടുകയുള്ളൂ. രണ്ട് പാർട്ടികൾ തമ്മിൽ കോൺട്രാക്ട് എൻ്റർ ചെയ്ത ആ രണ്ട് പാർട്ടികൾക്കാണ് ഇതിന് അവകാശവും ഒബ്ലിഗേഷൻസും ഒക്കെ ഉള്ളത്, അല്ലാതെ പുറത്തു നിൽക്കുന്നവനല്ല. ആ ഒരു സംഭവം ടോർട്ടിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ടോർട്ട് ഒരു അസംബ്ലി ഡാമേജസ് ആണ് അവാർഡ് ചെയ്യുന്നത്. അതും കഴിഞ്ഞു. അപ്പോൾ ഇനി കോൺട്രാക്ട് എന്താണ്? കോൺട്രാക്റ്റിൻ്റെ റെമഡിയും നമുക്ക് സെയിം സാധനം തന്നെയാണ്. രണ്ടും ഒരു സിവിൽ റോങ് ആയതുകൊണ്ട് ഡാമേജസും ഇൻജൻഷനും തന്നെയാണ് അവിടെ കിട്ടുന്നത്. ദർ ഈസ് എ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. അതുപോലെ തന്നെ പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വയലേഷൻസ് ആണെങ്കിലും അത് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? കോൺട്രാക്റ്റിൽ ഇടപെട്ടിരിക്കുന്ന പാർട്ടികൾക്ക് മാത്രമേ ബാധകമുള്ളൂ. There is a breach of duty which is fixed by the contracting parties. കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് മാത്രമേ അതിനകത്ത് ബ്രീച്ച് എന്ത് ചെയ്യുള്ളൂ? ഡ്യൂട്ടി ഉള്ളൂ, വയലേഷൻ വരുന്നെങ്കിൽ. അതുപോലെ സ്പെസിഫിക് പേഴ്സൺസിനാണ് ഡ്യൂട്ടി ഉള്ളത് കോൺട്രാക്റ്റിൽ. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ റൈറ്റ് ഇൻ വയലേഷൻ ഓഫ് ദ റൈറ്റ് ഇൻ പെർസോണമാണ്. റൈറ്റ് ഇൻ റെം അല്ല, അതായത് വ്യക്തികൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു വയലേഷനാണ്. മറ്റേത് മൊത്തത്തിലുള്ള ആൾക്കാർക്കുള്ള വയലേഷനാണ്. ഇറ്റ് ഈസ് എ റൈറ്റ് അഗെയിൻ സം ഡെഫിനിറ്റ് പേഴ്സൺസ് എന്ന് വെച്ചാൽ എന്താണ്? കോൺട്രാക്റ്റിൽ ഡെഫിനിറ്റ് ആയിട്ട് പറയുന്ന വ്യക്തികൾക്ക് മാത്രമേ റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഉള്ളൂ. അതുപോലെ തന്നെ മോട്ടീവ് ഓർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതായത് കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ കൺസിഡറേഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കണക്കാക്കുന്നത് അത് മോട്ടീവ് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ കൺസിഡറേഷനോട് കൂടിയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദാറ്റ് കോൺട്രാക്ട് ഈസ് എ മോട്ടീവ് കോൺട്രാക്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്.
അതുപോലെ പ്രിവിറ്റി ബിറ്റ്വീൻ പാർട്ടീസ് ഇസ് നെസസറി ഫോർ ആൻ ആക്ഷൻ ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ എന്താണ് ഇതിനകത്ത് പ്രിവിറ്റി നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താണ് പ്രിവിറ്റി നെസസറി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് അതിൻ്റെ റൈറ്റും അവകാശവും. അപ്പം ആരാണോ ബാധിക്കുന്നത്, ആരാണോ അതിനകത്ത് ഇടപെട്ടിട്ടുള്ള അവർക്കാണ് എന്ത് ചെയ്യാനുള്ള അവകാശം, കേസ് കൊടുക്കാനുള്ള അവകാശം, അല്ലാതെ മൂന്നാമസ്ഥനല്ല. അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എക്സംപ്ലറി ഡാമേജസ് അവാർഡ് 2 കേസസ്, പ്രധാനപ്പെട്ട 2 കേസുകളിൽ മാത്രമേ കോൺട്രാക്റ്റിലെ എക്സംപ്ലറി ഡാമേജസ് കണക്കാക്കുകയുള്ളൂ. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഡാമേജസ് കോൺട്രാക്റ്റിൽ പറയാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വേണം, സെയിം ആണ്, അതായത് ഡാമേജസ് സെയിം ആണ്. അതുപോലെ ഇത് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ആണ്, പക്ഷേ അത് കോൺട്രാക്ട് ഓഫ് പാർട്ടീസിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡ്യൂട്ടി സ്പെസിഫിക് പേഴ്സൺസിനാണ് ഡ്യൂട്ടി. അതുപോലെ ബ്രീച്ച് ഓഫ് വയലേഷൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻ പേഴ്സോണമാണ്, വ്യക്തികൾക്കെതിരായിട്ടുള്ളതാണ്. മോട്ടീവ് എന്ന് പറയുന്നത് കൺസിഡറേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ മോട്ടീവായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ പ്രിവിറ്റി നെസസറി ആണ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ എക്സംപ്ലറി ഡാമേജസ് എന്ന് പറയുന്നത് ചില 2 കേസുകളിൽ മാത്രമേ, 1-2 കേസുകളിൽ മാത്രമേ എക്സംപ്ലറി ഡാമേജസ് അവാർഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടോർട്ടും കോസി കോൺട്രാക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഡിഫറൻസ് എന്താണ്. ടോർട്ട് നമ്മളിവിടെ പറയുന്ന പോലെ തന്നെയാണ്, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്, അത് വ്യക്തികൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഹാമാണ്, പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഹാമാണ്, റെപ്യൂട്ടേഷൻ എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ഹാമാണ്. പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, എപ്പോഴും ഇൻ ദ ഫോം ഓഫ് ഡാമേജസിന് എതിരായിട്ടാണ്. ടോർട്ടിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, നെഗ്ലിജൻസ്, ഡിഫോമേഷൻ, ട്രെസ്പാസ്, ന്യൂയിസൻസ്, ഇതൊക്കെയാണ് ടോർട്ടിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ടോർട്ട് എപ്പോഴും എറൈസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ലോ, അതായത് ലോ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ടോർട്ട് ഉണ്ടാകുന്നത്. ടോർട്ടിൻ്റെ കോമ്പൻസേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻജൻഷൻസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതാണ് ഇൻജൻഷൻസും അതുപോലെ തന്നെ കോമ്പൻസേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ടോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള, അവൻ്റെ പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു ക്രൈമാണ്. അതായത് 2 പാർട്ടികളാണ് പ്രധാനമായിട്ടും ടോർട്ടിനകത്തുള്ളത്, ഒന്ന് പ്ലെയിൻറ്റിഫും 2 മറ്റേ പാർട്ടി ഡിഫൻഡൻറ്റുമാണ്. അതുപോലെ തന്നെ ടോർട്ട് എപ്പോഴും ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇൻജൻഷൻസും മോണിറ്ററി ഡാമേജസും ആണ്. ടോർട്ടിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർ ഈസ് നോ ക്രിമിനൽ ലൈബിലിറ്റി ഇൻവോൾവ്, അതായത് ഒരു സിവിൽ നാച്ചർ ഓഫ് ദ ക്രൈം ആണ്. അതുകൊണ്ട് അതിനകത്ത് എന്തില്ല, ക്രിമിനൽ ലൈബിലിറ്റി ഇല്ല. ടോർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് എന്തൊക്കെയാണ്, ഡൺലോഗ് വേഴ്സസ് സ്റ്റീഫൻസ്റ്റൺ. അതായത് അതെന്താ പറയുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നെഗ്ലിജൻസ് ആൻഡ് ഡ്യൂട്ടി ഓഫ് കെയർ. അതായത് നെഗ്ലിജൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, കെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട് എങ്കിൽ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നെഗ്ലിജൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ, അതിനകത്ത് ഈ കേസിനകത്താണ് ആദ്യമായിട്ട് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സ്ട്രിക്റ്റ് ലൈബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്ട്രിക്റ്റ് ലൈബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്, ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ആരാണ്, അയാൾക്കാണ് എന്താണ് സ്ട്രിക്റ്റ് ലൈബിലിറ്റി ഉണ്ടാവും. അയാൾക്ക് ബാധകമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഈ കോസി കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോർട്ട് പറയുന്നത്. ഇനി എന്താണ് കോസി കോൺട്രാക്റ്റ് എന്ന് നോക്കാം. കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് an obligation imposed by law to prevent unjust enrichment even though there is no formal contract. ഒരു ഫോർമലായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് നിയമപ്രകാരം ഒരു ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. എന്താണ്, നമുക്ക് അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൈയടക്കുമ്പോൾ, അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിടിച്ചടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷനാണ്. ഇതിനകത്ത് ഡസ് നോട്ട് ഇൻവോൾവ് എനി റോങ്ഫുൾ ആക്ട്, അതായത് ഇതിനകത്ത് റോങ്ഫുൾ ആയിട്ടുള്ള ആക്ടിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് ഒരു ഒബ്ലിഗേഷൻ ഇൻവോൾവ് ചെയ്യും. എന്ന് വെച്ചാൽ എന്തുവാണ്, എനിക്കൊരു സാധനം കളഞ്ഞു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഡ്യൂട്ടി ഒന്നും എനിക്കില്ല. ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷനാണ്. ഡസ് നോട്ട് ഇൻവോൾവ് എനി റോങ്ഫുൾ ആക്ട്. അത് ഞാൻ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ കാര്യം ഞാൻ ഒളിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, റോങ്ഫുൾ ആക്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ലോ ടു പ്രിവെൻറ്റ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു ഡ്യൂട്ടി ലോ ഇമ്പോസ് ചെയ്ത് തന്നിരിക്കുന്നത് അൺജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എൻറിച്ച് ചെയ്തെടുക്കുമ്പോഴാണ്. നമ്മുടെ കിട്ടേണ്ടതല്ല, നിയമപരമായിട്ട് നമുക്കുള്ള സാധനമല്ല, നമ്മളതിനെ എൻറിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് ഈ നിയമം പറയുന്നത് എന്ത് ചെയ്യുന്നത്, നമ്മളത് ചെയ്യാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കോസി കോൺട്രാക്റ്റിനകത്തുള്ള പാർട്ടികൾ തമ്മിൽ ദർ ഈസ് നോ റിയൽ എഗ്രിമെൻറ്റ്.
ലോ ഒരു കോൺട്രാക്ട് ഓഫ് ജസ്റ്റിസ് അവിടെ കൊണ്ടുവരുവാണ്. ലോ ട്രീറ്റ് ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ജസ്റ്റിസ് ആണ്. കാരണം എനിക്ക് എന്തെങ്കിലും ഇല്ലീഗലായിട്ടോ അൺജസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ നേടിയെടുക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. പ്രിവെൻറ്റ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് ഇവിടെ ചെയ്യുകയാണ്. ഫെയർനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് എ വേഴ്സൺ മിസ്റ്റേക്ക്ലി റിസീവ് മണി ഇൻ ദെയർ അക്കൗണ്ട്. അതായത് ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ മിസ്റ്റേക്ക്ലി കുറേ പൈസ വന്ന് ചാടുകയാണെങ്കിൽ അയാൾക്കൊരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അയാൾക്ക് ലീഗലി അയാൾ എന്ത് ചെയ്യണം? അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ ആണ്, ലീഗൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ ഈ കോസി കോൺട്രാക്റ്റിനകത്ത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് അൺജസ്റ്റ്ലി റിസീവ്ഡ് ബെനിഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അൺജസ്റ്റ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് റിസീവ് ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ക്വാണ്ടം മെരിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതും ഇതിനകത്ത് ഈ കോസി കോൺട്രാക്റ്റിന് അപ്ലൈ ഉള്ളൊരു കാര്യമാണ്. റീസണബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഫോർ സർവീസ് റെൻഡേഡ്. നമുക്ക് ഈ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആരെങ്കിലും സർവീസ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു സർവീസ് മേടിക്കണമെങ്കിൽ നമ്മൾ അനുവാദികമായിട്ട് കറക്റ്റായിട്ട് ആ പൈസ നമ്മൾ റിട്ടേൺ കൊടുക്കണം. അത് ക്വാണ്ടം മെരിറ്റ് ആണ്. അത് ആ റീസണബിൾ പേയ്മെൻറ്റ് ഫോർ സർവീസ് റെൻഡേഡ്. ആരിൽ നിന്നാണോ നമ്മൾ സർവീസ് റിസീവ് ചെയ്യുന്ന അവർക്ക് നമ്മൾ റീസണബിൾ പേയ്മെൻറ്റ് കൊടുക്കണം എന്നേ പറയുന്നുള്ളൂ. കാരണം അതുപോലെ തന്നെ ലീഡ് ടു റീസ്റ്റോറേഷൻ ഓഫ് ബെനിഫിറ്റ് ബട്ട് നോട്ട് എ പ്യൂണിറ്റീവ് ഡാമേജസ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബെനിഫിറ്റ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ വാശിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനോ വേണ്ടിയിട്ടോ ഇത് സംഭവം എടുക്കാൻ പാടില്ല. അപ്പം അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 68 to 72 എന്ത് ചെയ്യുന്നത്? കോസി കോൺട്രാക്ട് ഇന്ത്യയിൽ ഒബ്ലിഗേഷൻ വന്നത്. അപ്പോൾ നമ്മളെ കോസി കോൺട്രാക്ട് മൊത്തത്തിലൊന്ന് പറഞ്ഞു നോക്കാം. ആൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ ടു പ്രിവെൻറ്റ് അൺജസ്റ്റ് ഇൻറിച്ച്മെൻറ്റ്. ഒരു ഫോർമൽ കോൺട്രാക്ട് ഇല്ലെങ്കിൽ കൂടിയും അതുപോലെ ഡസ് നോട്ട് ഇൻവോൾവ് എനി റോങ്ഫുൾ ആക്ട് ബട്ട് അറൈസ് ഡ്യൂ ടു ആൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ. അതായത് ഒരു റോങ്ഫുൾ ആക്ട് ഒന്നും അതിനകത്തില്ല. നമുക്ക് കളഞ്ഞിട്ടിയ സാധനം തിരിച്ചുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ അത് ഒരു വലിയ റോങ്ഫുൾ ആക്ട് ഒന്നും അല്ല. പക്ഷെ നമുക്ക് ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻസ് ഇമ്പോസ്ഡ് ബൈ ലോ ആണ്. അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിയമം വെച്ചിരിക്കുന്നത്? പ്രിവെൻറ്റ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ്. നമുക്ക് അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിനെതിരായിട്ടാണ്. ഇതിനകത്ത് പാർട്ടികൾ തമ്മിൽ ദർ ഈസ് നോ കോൺട്രാക്ട് ബട്ട് എന്താണ്? നമുക്ക് ഒരു ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. അതുപോലെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ ആരെങ്കിലും പറ്റിച്ച് എൻഷുർ എടുക്കുമ്പോഴാണ് വരുന്നത്. അതുപോലെ ഇത് നമ്മൾ ജസ്റ്റായിട്ട് എന്താണോ ആരിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾക്ക് ആ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഇതെന്താണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 68 to 72 ഇന്ത്യയിൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ പറയുന്നത്. ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഇനി അടുത്തത് നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോർട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ല, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അത് ഈ ടോർട്ടിൻ്റെ ഈ സംഭവം ഈ ഭാഗം നമ്മൾ നോക്കണം. ടോർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെ പിന്നെയും പറയാം. അത് ജസ്റ്റ് അത് തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ തൊട്ട് മുമ്പിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതിന് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ തന്നെ പറയണം. കോസി കോൺട്രാക്റ്റും ടോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞതുപോലെ അത് തന്നെയാണ്. നോക്കൂ, ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ടോർട്ട് ഒരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ആണ്. ടോർട്ടിന് എപ്പോഴും ജനറലി കൊടുക്കുന്ന സാധനം എന്താണ്? കോമ്പൻസേഷൻ ആണ് കൊടുക്കുന്നത്. ടോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളതാണ്. അത് പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ടോർട്ട് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട there are two type of parties in the tort. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലെയിൻറ്റിഫ് ആൻഡ് സെക്കൻഡ് ഡിഫൻഡൻറ്റ്. അതുപോലെ ടോർട്ട് എപ്പോഴും നമുക്ക് ലീഡ് ചെയ്യുന്നത് മോണിറ്ററി ആയിട്ടുള്ള ഒരു ഡാമേജസ് ആണ്. പ്രധാനപ്പെട്ട രണ്ട് കേസസ് നമ്മൾ പറഞ്ഞു, ഡൺലോഗ് വേഴ്സസ് സ്റ്റീഫൻസണും റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചറും. അത് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും ഒരെണ്ണം പഠിച്ചാൽ മതി. അടുത്തത് എന്താണ്? ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എടുക്കാം. ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനകത്ത് പറയുന്നത് എന്താണ്? എ വയലേഷൻ ഓഫ് ദ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി വേർ എ ട്രസ്റ്റ് മിസ്യൂസസ് എൻട്രസ്റ്റഡ് പ്രോപ്പർട്ടി. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി ഉള്ള ആൾ, അതായത് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതായത് സംരക്ഷിക്കുവാൻ അവകാശമുള്ള ആൾക്കാർ, സംരക്ഷിക്കും എന്നുള്ള ഒരാൾക്കാർ, അവർക്കെതിരായിട്ടുള്ളൊരു വയലേഷനാണ്. അവർക്കെതിരായിട്ടുള്ളൊരു വയലേഷനാണ്. അതായത് അവർ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? സ്വാധീനിക്കുവാൻ തക്കതായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിന് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്താണ്? ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, അഡ്വക്കേറ്റ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്, അതുപോലെ
മഠത്തിലുള്ള സിസ്റ്റർ ഫാദർ റിലേഷൻഷിപ്പ്, അവരിൽ നിന്നൊക്കെ മിസ്യൂസ് ചെയ്തിട്ട് പ്രോപ്പർട്ടി അവരെ വിശ്വാസം നേടിയിട്ട് അവരെ പറ്റിക്കുന്നതാണ്. ഇറ്റ് ഈസ് എറൈസസ് ഫ്രം ദ ട്രസ്റ്റി ഫെയിലിയർ ടു ആക്ട് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ബെനിഫിഷ്യറി. അതായത് ട്രസ്റ്റി തന്നെ എന്ത് ചെയ്യുവാണ്, ബെനിഫിഷ്യറിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കേണ്ട ട്രസ്റ്റി തന്നെ അവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ട്രസ്റ്റ് ഓഫ് ലോ ഫിഡ്യൂഷ്യറി ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നിയമം തന്നെ ട്രസ്റ്റിംഗ് ലോ തന്നെ പറയുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്ക്, സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കടമയുണ്ട്. ആ കടമ അവർ ചെയ്യുന്നില്ല. ദേ എക്സിസ്റ്റ് ദെയർ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, എക്സിസ്റ്റ് ദെയർ ട്രസ്റ്റി റിലേഷൻഷിപ്പ്, അതവരെന്ത് ചെയ്യുവാണ്, ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബെനിഫിഷ്യറി റീസ്റ്റോർ ദ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ബ്രീച്ച് ഓഫ് ദ ട്രസ്റ്റ് പ്രകാരം ആർക്കാണോ വയലേഷൻ സംഭവിച്ചത്, ആർക്കാണോ അബദ്ധം സംഭവിച്ചത്, അവർക്ക് അവരുടെ അതേ സെയിം ബെനിഫിറ്റ് തന്നെ റീസ്റ്റോർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരാളെ പറ്റിച്ചിട്ട് നമ്മൾ പ്രോപ്പർട്ടി മറ്റു കാര്യങ്ങളും നമ്മുടെ ബന്ധം ചൂഷണം ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കോടതി തിരിച്ച് റീസ്റ്റോർ ചെയ്ത് കൊടുക്കും. കോർട്ട് റെസ്റ്റിറ്റ്യൂഷൻ ഓർഡർ ചെയ്യാം, സ്പെസിഫിക് പെർഫോമൻസിന് ഓർഡർ ചെയ്യാം, റിമൂവൽ ഓഫ് ട്രസ്റ്റിന് ഓർഡർ ചെയ്യാം. ഇത് രണ്ടും ഈ ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, വി ക്യാൻ ഗോ ടു ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ കോൺസിക്വൻസസ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് IPC സെക്ഷൻ 405 കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സിവിലായിട്ടും പോവാം, ക്രിമിനലായിട്ടും പോവാം. ഇതിന് പ്രധാനപ്പെട്ട കേസ് എന്താണ്, ബ്രോഡ്മാൻ വേഴ്സസ് ഫിലിപ്പ്. ട്രസ്റ്റി വാസ് ലൈബിൾ ടു മിസ്യൂസിങ് ഹിസ് പൊസിഷൻ ടു പേഴ്സണൽ പ്രോഫിറ്റ്. അതായത് എന്താണ്, അയാളുടെ പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടി ട്രസ്റ്റിയെ മിസ്യൂസ് ചെയ്യുകയും അതിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ഒരു ഇതിൽ നിന്ന് അയാൾ നേട്ടം കൊയ്യുകയും ചെയ്യുന്നു. കീച്ച് വേഴ്സസ് സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന കേസിനകത്ത് പ്രിൻസിപ്പിൾ ദാറ്റ് ദ ട്രസ്റ്റി മസ്റ്റ് അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ട്രസ്റ്റി നിർബന്ധമായിട്ടും ഈ എന്താണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മറ്റ് ആ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അയാൾക്ക് പേഴ്സണലി ഗെയിൻ വേണ്ടി നേടിയെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ടോർട്ട് ആൻഡ് ക്രൈം, ഡിഫറൻസ് ബിറ്റ്വീൻ ടോർട്ട് ആൻഡ് കോസി കോൺട്രാക്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ടോർട്ട് ആൻഡ് ട്രസ്റ്റ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ബിറ്റ്വീൻ ക്രൈം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിലൂടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്.